എല്ലാവരെയും പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവസ്നേഹത്തെ പറ്റിയുള്ള 2-3 വചനങ്ങൾ വായിച്ച് നമ്മൾ നിർത്തിയതായിരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 22:37 മുതൽ 40 വരെയുള്ള വാക്യങ്ങളൊന്നുകൂടി വായിക്കുന്നു. യേശു അവനോട്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നാമത്തെ കൽപ്പനയിൽ യേശു ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിച്ചു. അതുപോലെ തന്നെ നാമും നമ്മുടെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. ഇവിടെ പൂർണ്ണ ഹൃദയം, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ മനസ്സ് എന്ന് പറയുമ്പോൾ നാം ദൈവത്തെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ മുഴുവൻ അസ്തിത്വത്തോടു കൂടി ദൈവത്തെ സ്നേഹിക്കണമെന്നാണ് പറയുന്നത്. സ്നേഹത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം ദൈവത്തിനെ സ്നേഹിക്കുക എന്നാൽ അവൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുകയും അവനെ ബഹുമാനിക്കുകയും ചെയ്യുക മാത്രമല്ല, നാം ചെയ്യുന്ന എല്ലാറ്റിലും ഏറ്റവും മികച്ചവരായി അവൻ്റെ ആഗ്രഹങ്ങൾക്കും പദ്ധതികൾക്കും അനുസൃതമായി ജീവിക്കുക എന്നതാണ്. നമ്മുടെ ഉദ്ദേശങ്ങളിലും പ്രവൃത്തികളിലും പെരുമാറ്റത്തിലും പ്രകടമാകുന്ന സ്നേഹമാണിത്. നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അവൻ്റെ വാക്കുകളും അനുസരിക്കുന്നു. ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ സാന്നിധ്യം കാണിക്കുകയും നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ സ്വാധീനം ചെലുത്തുകയും ചെയ്യും. രണ്ടാമത്തെ കൽപ്പന ഇവിടെ പറയുന്നത്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇത് സ്നേഹത്തിൻ്റെ ഒരു സാമൂഹിക വശമാണ്. ഇവിടെ അയൽക്കാരൻ എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ അപ്പുറവും ഇപ്പുറവും താമസിക്കുന്നവരെ മാത്രം ഉദ്ദേശിച്ചല്ല പറയുന്നത്. മറിച്ച് നമുക്ക് ബന്ധമുള്ള, നാം ബന്ധപ്പെടുന്ന എല്ലാ വ്യക്തികളും ഇതിൽ ഉൾപ്പെടും. നമ്മുടെ പ്രവൃത്തികളിലും പെരുമാറ്റത്തിലും മനോഭാവത്തിലും ഓരോ വ്യക്തിയോടുമുള്ള ബഹുമാനവും സ്നേഹവും പ്രതിഫലിക്കണം. നിസ്വാർത്ഥ സ്നേഹം, സ്വാർത്ഥതയില്ലാതെ സ്നേഹിക്കണമെന്ന് യേശു നമ്മെ പഠിപ്പിച്ചു. നമ്മുടെ അയൽക്കാരെ അവരുടെ നല്ല രൂപത്തിലും ചീത്ത രൂപത്തിലും നാം സ്വീകരിക്കണം. ഈ സ്നേഹം എല്ലാത്തരം വിവേചനങ്ങൾക്കും അതീതമാണ്. അത് സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും വേണ്ടിയുള്ളതാണ്. നമ്മുടെ അയൽക്കാരെ സ്നേഹിക്കുമ്പോൾ നാം അവർക്ക് നന്മ ആശംസിക്കുകയും അവരെ സഹായിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഈ സ്നേഹം മറ്റുള്ളവരെ നയിക്കുക മാത്രമല്ല, നമ്മുടെ സമൂഹത്തെ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദിശയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ഈ 2 കൽപ്പനകളിലാണ് മുഴുവൻ നിയമവും പ്രവാചകന്മാരുടെ ഉപദേശവും അടങ്ങിയിരിക്കുന്നത്. മുഴുവൻ ന്യായപ്രമാണവും പ്രവാചകന്മാരുടെ ഉപദേശങ്ങളും ഈ 2 കൽപ്പനകളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്ന് യേശു പറയുന്നു. ജീവിതത്തിൽ സ്നേഹത്തിന് ഏറ്റവും ഉയർന്ന സ്ഥാനം നൽകിയാൽ ബൈബിളിലെ എല്ലാ പഠിപ്പിക്കലുകളും നമുക്ക് ശരിയായി മനസ്സിലാക്കാൻ കഴിയും. ഇത് നമ്മെ ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ദൈനംദിന പെരുമാറ്റത്തെയും നയിക്കും. നമ്മൾ സ്നേഹിച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുമായി സ്നേഹത്തിലൂടെ നമുക്ക് ദൈവവുമായി മാത്രമല്ല പരസ്പരം ബന്ധപ്പെടാനും കഴിയും. സ്നേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഉപയോഗം കാണാൻ കഴിയുന്നത് നമ്മുടെ ബന്ധങ്ങളിലാണ്. ഈ സ്നേഹം നമ്മുടെ കുടുംബം, സുഹൃത്തുക്കൾ, ജോലിസ്ഥലം, സമൂഹം എന്നിവയുമായും ശക്തമായ ബന്ധം കെട്ടിപ്പടുക്കാൻ കാരണമായിത്തീരും. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ അത് നമ്മുടെ ആത്മീയതയുടെ തെളിവായി മാറുന്നു. നമ്മൾ അയൽക്കാരനെ സ്നേഹിക്കുമ്പോൾ സമൂഹത്തിൽ സമാധാനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു.
എല്ലാ ആളുകളും പരസ്പരം ബഹുമാനിക്കുകയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം അത് സ്ഥാപിക്കപ്പെടുന്നു. സ്നേഹത്തിൽ ഒരു സമർപ്പണബോധമുണ്ട്. നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അവൻ്റെ ഇഷ്ടം ഏറ്റവും നല്ലതായി നാം സ്വീകരിക്കുന്നു. നമ്മുടെ അയൽക്കാരനെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ മാറ്റിവെച്ച് അവരുടെ നന്മയ്ക്കായി നാം ജീവിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുകയും നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുകയും ചെയ്യുക എന്നതാണ് എല്ലാ ബൈബിൾ നിയമങ്ങളുടെയും സാരം. ഈ കൽപ്പനകൾ പാലിക്കുമ്പോൾ നമ്മുടെ ആത്മീയതയ്ക്ക് ശരിയായ ദിശാബോധം നൽകുക മാത്രമല്ല, സമൂഹത്തിൽ സ്നേഹം, സമാധാനം, ഐക്യം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു വാക്യം നമുക്ക് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ. സ്നേഹം നിർവ്യാജം ആയിരിക്കട്ടെ. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവീൻ. സഹോദരപ്രീതിയിൽ നാം തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് നിൽക്കൊള്ളുവീൻ. നാം സ്നേഹത്തെപ്പറ്റി, അത് ദൈവസ്നേഹത്തെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹത്തെപ്പറ്റി 100 കണക്കിന് വചനങ്ങൾ ബൈബിളിലുണ്ട്. അതെല്ലാം ഇവിടെ വായിച്ച് വിശദീകരിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് കുറച്ച് വാക്യങ്ങൾ വായിച്ചു വിടും. ഇടയ്ക്ക് വിശദീകരണത്തിൻ്റെ ആവശ്യമുള്ള വചനങ്ങൾ മാത്രം വിശദീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. യഥാർത്ഥമായ സ്നേഹം എന്താണെന്ന് നാം എങ്ങനെയാണ് മനസ്സിലാക്കുക? 1-2 വചനങ്ങൾ വായിക്കുന്നു. 1 യോഹന്നാൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹം എന്ത് എന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കേണ്ടതാകുന്നു. എന്നാൽ ഈ ലോകത്തിലെ വസ്തുവകകളുള്ളവൻ ആരെങ്കിലും തൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവും കാണിക്കാഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹം അവനിൽ എങ്ങനെ വസിക്കും? കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. ഈ വാക്യത്തിൽ നോക്കുകയാണെങ്കിൽ ദൈവവും യേശുവും സ്നേഹത്തിൻ്റെ ഉച്ചകോടിയെയാണ് പ്രദർശിപ്പിക്കുന്നത്. ഒരു വശത്ത് സർവശക്തനായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ സകല മാനവജാതിയുടെയും രക്ഷയ്ക്കായി ബലിയർപ്പിക്കുന്ന, മറുവശത്ത് യേശുക്രിസ്തു തൻ്റെ പിതാവിനെ അനുസരിച്ചുകൊണ്ട് സ്വയം ബലിയാകാൻ സമർപ്പിക്കുന്നു. ഇത് നമ്മൾ മനുഷ്യർക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്. ഇന്നത്തെ ലോകത്തിൽ എല്ലാവരും സ്നേഹം അഭിനയിക്കുകയാണ്. നമ്മോട് നേരിൽ സംസാരിക്കുമ്പോൾ വായിൽ നിന്നും തേനൊഴുകും പോലെ നമുക്ക് തോന്നും. മുമ്പിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൂഷണം പറച്ചു. എന്നാൽ ബൈബിൾ വചനം നമ്മെ പഠിപ്പിക്കുന്നു, നാം വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. മറ്റൊരു വചനം വായിക്കാം. സാക്ഷാൽ സ്നേഹം എന്താണെന്ന് നമുക്ക് നോക്കാം. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാക്കുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹം ആകുന്നു. കുറച്ച് വാക്യങ്ങളും കൂടെ വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:13. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. 1 പത്രോസ് 4-ാം അധ്യായം 8-ാം വാക്യം. സകലത്തിന് മുമ്പേ നമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിപ്പീൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 25:40. രാജാവ് അവരോട്,
എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നരുളി ചെയ്യുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഇസ്കരിയോത്താവല്ലാത്ത യൂദ അവനോട്, കർത്താവേ, എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ. അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധനമായ സ്നേഹം ധരിപ്പീൻ. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം. മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് ഒക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. യോഹന്നാൻ 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ കാത്തുകൊള്ളും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13:34-35 വാക്യങ്ങൾ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഗലാത്യൻ 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. 1 കൊരിന്തി 16-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. നാം ഈ ലോകത്തിൽ നമ്മുടെ സമൂഹത്തിനിടയിൽ ജീവിക്കുന്നു. നമ്മുടെ ചുറ്റുപാടും എത്രയെത്ര അനിഷ്ട സംഭവങ്ങളാണ് നടക്കുന്നത്. ദിവസവും രാവിലെ പത്രം നോക്കിയാൽ, വിവിധ TV ചാനലുകൾ അതിലെ ന്യൂസ് നോക്കിയാൽ അതിൽ 90% നാം കേൾക്കാൻ ആഗ്രഹിക്കാത്ത, അത്ര സുഖകരമല്ലാത്ത വാർത്തകളാണ്. ക്രൂരതയുടെ വാർത്തകൾ, പീഡനങ്ങളുടെ വാർത്തകൾ, ആത്മഹത്യയുടെ വാർത്തകൾ, അപഹരണ വാർത്തകൾ, പിടിച്ചുപറിക്കാരുടെ വാർത്തകൾ, മകൻ അപ്പനെ കൊല്ലുക, അപ്പൻ മകനെ കൊല്ലുക, ഭാര്യ ഭർത്താവിനെ കൊല്ലുക, ഭർത്താവ് ഭാര്യയെ കൊല്ലുക, അതുകൂടാതെ പലതരമായ അപകടങ്ങൾ എന്ന് വേണ്ട എല്ലാം അശുഭകരമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. രാഷ്ട്രീയത്തിലേക്ക് നോക്കിയാൽ അവിടെയും കസേരയ്ക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ. ആ കസേര കിട്ടിയാലും പ്രശ്നം, കിട്ടിയില്ലെങ്കിലും പ്രശ്നം. അതിനുവേണ്ടി പാർട്ടികൾ തമ്മിലടിക്കുന്നു. ബന്ദ്, ഹർത്താൽ, കല്ലേറ്, കുത്ത്, വെട്ട്, എല്ലാറ്റിൻ്റെയും വാർത്തകൾ. അന്താരാഷ്ട്രീയ കാര്യമെടുത്താൽ അവിടെയും രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം. ഇന്ന് ലോകത്തിൽ നോക്കിയാൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ ശത്രുവാണ്. ഹല്ലേലൂയ. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള കാരണം എന്താണെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ആർക്കും അതിന് സമയമില്ല. നമ്മൾ തമ്മിലുള്ള പാരവെപ്പ് നിർത്തിയെങ്കിലേ ചിന്തിക്കാൻ ഒക്കൂ. ഹല്ലേലൂയ. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.